ശബരിമല തീർത്ഥാടനത്തിലെ ഏറ്റവും പവിത്രമായ ഭാഗമാണ് 18-ാം പടി. വെറുമൊരു ഗോവണിയായല്ല, മറിച്ച് ലൗകിക ജീവിതത്തിൽ നിന്ന് ദൈവികതയിലേക്കുള്ള ഒരു മനുഷ്യന്റെ പരിണാമമായാണ് ഈ പടികളെ സങ്കല്പിച്ചിരിക്കുന്നത്. മനുഷ്യൻ തന്റെ വ്യക്തിത്വത്തെ ശുദ്ധീകരിച്ച് തത്വമസി എന്ന മഹാവാക്യത്തിലേക്ക് എത്തുന്ന പ്രക്രിയയാണ് ഈ പടികൾ സൂചിപ്പിക്കുന്നത്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ചർമ്മം. 8 രാഗദ്വേഷങ്ങൾ, അതായത് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അസൂയ, അഹംഭാവം. 5 ഗുണങ്ങൾ: ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. 18 പുരാണങ്ങൾ, 18 സിദ്ധന്മാർ, ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങൾ, മഹാഭാരത യുദ്ധം നടന്ന 18 ദിവസങ്ങൾ എന്നിവയെല്ലാം 18-ാം പടിയെ സൂചിപ്പിക്കുന്നു. ഈ 18 ഘടകങ്ങളെയും വ്രതശുദ്ധിയിലൂടെ അതിജീവിക്കുന്ന ഭക്തന്മാർ മാത്രമേ അയ്യപ്പ ദർശനത്തിന് അർഹനാവുകയുള്ളൂ. 18-ാം പടിയുടെ വലതുവശത്തായി സർവായുധധാരിയായി കുടിയിരിക്കുന്ന കറുപ്പുസ്വാമി മണികണ്ഠന്റെ വിശ്വസ്തനായ സേനാപതിയായാണ് അറിയപ്പെടുന്നത്. പവിത്രമായ 18-ാം പടിയിലേക്ക് അധർമ്മം കടക്കാതെ സംരക്ഷിക്കുന്നത് കറുപ്പുസ്വാമിയാണ്. വ്രതശുദ്ധിയില്ലാതെ പടി കയറുന്നവരെ തടയാനും ഭക്തിയോടെ വരുന്നവരെ അനുഗ്രഹിച്ച് അയ്യപ്പ സന്നിധിയിലേക്ക് ആനയിക്കാനും അദ്ദേഹം അവിടെ നിലകൊള്ളുന്നു. പന്തളം രാജാവ് ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ അയ്യപ്പ സ്വാമിയുടെ ആജ്ഞാനുസരണം കറുപ്പുസ്വാമിയെ കാവലേൽപ്പിച്ചു എന്നതാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഭക്തർ പടി കയറുന്നതിന് മുമ്പ് കറുപ്പുസ്വാമിക്ക് മുന്നിൽ നാളികേരം മുടച്ച് വണങ്ങി അനുവാദം ചോദിക്കുന്നത്. ലൗകികതയുടെ പടവുകൾ ഓരോന്നായി പിന്നിട്ട് കറുപ്പുസ്വാമിയുടെ അനുഗ്രഹത്തോടെ 18-ാം പടി കയറി ഭക്തർ ചെന്നെത്തുന്നത് അയ്യപ്പൻ എന്ന പരബ്രഹ്മത്തിലേക്കാണ്. ഹരിഹരസുതന ആനന്ദചിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമി ശരണമയ്യപ്പ.